അപ്പോൾ യൂറോപ്യൻ സീസൺ തുടങ്ങാൻ പോവാണ്. UEFA സൂപ്പർ കപ്പ് ഫൈനലിൽ PSG-യും ആസ്റ്റൺ വില്ലയാണ് നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ മത്സരത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് UEFA സൂപ്പർ കപ്പ് ഏറ്റവും കൂടുതൽ തവണ നേടിയിട്ടുള്ള ടീം റയൽ മാഡ്രിഡ് ആണ്. 6 തവണയാണ് നേടിയിട്ടുള്ളത്. കഴിഞ്ഞ UEFA സൂപ്പർ കപ്പിൽ PSG ആയിരുന്നു വിന്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. PSG ടോട്ടൻഹാം ഹോട്ട്സ്പറിനെ 2-2 സമനില പിടിക്കുന്നു. അതിനുശേഷം അവർ ആ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ 3-4 എന്ന സ്കോറിനായിരുന്നു കഴിഞ്ഞ തവണ ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ കിരീടം നിലനിർത്താനാണ് PSG ഇറങ്ങുന്നത്. സാധാരണ PSG സംബന്ധിച്ച്, അതായത് ലൂയിസ് എൻട്രിക്കയുടെ PSG സംബന്ധിച്ച് സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ കുറച്ച് വീക്കായിരിക്കും, വളരെ ശോകമായിരിക്കും. എന്നാൽ സീസൺ പകുതിയാകുമ്പോൾ ഗിയർ അങ്ങ് ഷിഫ്റ്റ് ചെയ്തിട്ട് ടോപ്പ് ഗിയറിൽ വേറെ ലെവൽ പെർഫോമൻസ് നടത്തും. എന്നിട്ട് സീസൺ അവസാനിക്കുമ്പോൾ സകലമാന ട്രോഫിയും തൂക്കിക്കൊണ്ടൊരു ഒറ്റ പോക്ക് അങ്ങ് പോകും. ഇതാണ് കഴിഞ്ഞ 2 സീസണുകൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ സീസണിൽ അത് തന്നെയായിരിക്കും കാണാൻ പോകുന്നത്. PSG അവരുടെ കോർ സ്ക്വാഡിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ആകെ കൂടി അവരുടെ ആ ഒരു അഡീഷണൽ ആയിട്ടുള്ള പ്ലേയേഴ്സ്, അതായത് സബ്ബായിട്ടിരിക്കുന്ന അവരുടെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടുള്ള പ്ലേയേഴ്സിൽ മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുള്ളത്. അതിൽ മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മറുഭാഗത്ത് ഉനൈ എമറിയുടെ ഈ ഒരു ആസ്റ്റൺ വില്ലയെ സംബന്ധിച്ച് അവിടെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്ലേയേഴ്സ് ടീം വിട്ട് പോയിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് വന്നിട്ടില്ല എന്നതാണ് റിയാലിറ്റി. കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൽ 4ാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എടുത്തു പറയേണ്ട സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു യൂറി ടിലമെൻസ്, ബെൽജിയം ക്യാപ്റ്റൻ, ആള് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ റോജേഴ്സും പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്ലേയേഴ്സ് ടീം വിട്ടു പോയത് വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു ആസ്റ്റൺ വില്ലയെ സംബന്ധിച്ച്. പക്ഷേ സ്റ്റിൽ ഒരു നല്ല മികച്ചൊരു കിടിലൻ ഗെയിം നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മത്സരത്തിന് ശേഷം മത്സരത്തിലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ജസ്റ്റ് ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റിൽ പറയുക.